ശ്രീ പി ഉബൈദുള്ള. സർ, മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് അത് പറയുമ്പോൾ തന്നെ സർ എല്ലാവരും ചിരിക്കണം. അപ്പൊ അതിന്റെ ഗൗരവം അത്ര ഉണ്ട് എന്ന് സഭയും ബഹുമാനപ്പെട്ട മന്ത്രിയും മനസ്സിലാക്കണം. 2016 ജനുവരി 2 ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ യശസ്വിനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടാണ് സർ. 8 വർഷമായി സർ, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അന്ന് 7,90,00,000 രൂപ അന്ന് അനുവദിച്ചു. അതിന്റെ പണി കഴിഞ്ഞു. പിന്നീട് രണ്ട് മന്ത്രിമാരും ഈ ഡിപ്പോ സന്ദർശിച്ചു. അവർക്ക് ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടു. 90 ലക്ഷം രൂപ മാത്രമാണ് സർ അനുവദിച്ചത്. അതിന്റെ ഒരു നിലയുടെ പണി നടക്കുകയാണ്. MLA ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ ഞാൻ കൊടുത്തിട്ട് 1 വർഷം കഴിഞ്ഞു സർ. ഒരിക്കൽ ടെൻഡർ ചെയ്തു. ആ ടെൻഡർ എന്തോ കാരണം പറഞ്ഞ് ക്യാൻസൽ ചെയ്തു. കരാറുകാരൻ വർക്ക് തുടങ്ങിയ ശേഷം ക്യാൻസൽ ചെയ്യാണ്. പിന്നെ വീണ്ടും ടെൻഡർ ചെയ്തു. വീണ്ടും ടെൻഡർ ചെയ്തപ്പോൾ കരാർ ഒരാൾ ഉറപ്പിച്ചെടുത്ത് ഇപ്പോഴും വർക്ക് തുടങ്ങിയിട്ടില്ല. MLA ഫണ്ട് കൊടുത്തിട്ട് പോലും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ KSRTC തയ്യാറാകുന്നില്ല എന്നാണ് സർ ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി. ആരാണ് സർ ഉത്തരവാദി? ഇപ്പോ ഇത് ഒന്ന് പറയട്ടെ സർ, ഈ ബജറ്റിൽ 5 കോടി രൂപ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇതിനുവേണ്ടി പ്രഖ്യാപിച്ചു. ധനകാര്യമന്ത്രിക്ക് നന്ദി പറയാൻ സർ. ആ 5 കോടി രൂപയുടെ ചെലവഴിച്ച് നമുക്ക് പണി പൂർത്തീകരിക്കാനുള്ള എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കിയിട്ടില്ല. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി എന്നേക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് സർ എന്ന ചോദ്യം. 1.5 മിനിറ്റാണ് കേട്ടോ, അംഗങ്ങൾ മനസ്സിലാക്കിയാൽ മതി. യെസ് സർ, അത് ഡിമാൻഡ് പങ്കെടുത്ത ചർച്ചയിൽ ഈ വിഷയം വളരെ തവണ അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി. എനിക്കിപ്പം ബഹുമാനായ അംഗം വൈദ്യുതിയിലേക്ക് അടുമ്പോൾ തന്നെ ഞാൻ ഓടിക്കളയും. കാരണം ഇത് ശരിയാക്കാതെ അദ്ദേഹത്തിന് മുന്നിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒരാശങ്കയും വേണ്ട. കഴിഞ്ഞ ദിവസം ബഹുമാനായ PWD മിനിസ്റ്ററുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. യാതൊരു സെൻറ്റേജ് ചാർജുമില്ലാതെ PWD ബിൽഡിംഗ്സ് ഇനി KSRTCയുടെ മുഴുവൻ വർക്കുകളും ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഒരു കാരണവശാലും MLA ഫണ്ടോ സർക്കാർ ഫണ്ടോ ഒരു കാരണവശാലും KSRTCയുടെ ഒരു താമസം കൊണ്ട് മുടങ്ങില്ല. PWD ആകുമ്പോൾ MLA എല്ലാ മാസവും റിവ്യൂ മീറ്റിംഗ് നടത്താറുണ്ട്. ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ വിലയിരുത്തുകയും പരിശോധിക്കാൻ ചെയ്യാൻ കഴിയും. അതിൽ KSRTC എല്ലാ വർക്കുകളും ഒരു വർക്ക് KSRTC സിവിൽ വിങ് അവസാനിപ്പിച്ചു. KSRTCയുടെ സിവിൽ വിങ് ആവശ്യമില്ല. വണ്ടി ഓടിക്കാൻ വന്നവർ വണ്ടി ഓടിച്ചാൽ മതി. സിവിൽ വിങ് അവസാനിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങയുടെ കോൺട്രാക്ട് അനുവദിച്ച വിഷയം പ്രത്യേകമായി മിനിസ്റ്ററോട് സംസാരിച്ചു. ബിൽഡിംഗ്സിന്റെ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ എടുത്ത കോൺട്രാക്ടർ തന്നെ പണിയുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ സൂപ്പർവിഷൻ ബില്ല് എഴുതുന്നതെല്ലാം PWD ബിൽഡിംഗ്സിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AXE ആയിരിക്കും. അങ്ങ് ചിലവാക്കിയ 2 കോടി രൂപയും തുടർന്നുള്ള 5 കോടി ഇപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അനുവദിച്ചതായി പറയുന്ന 5 കോടി രൂപ അക്കാര്യത്തിൽ അങ്ങയുടെ കൂടി ആലോചിച്ച് അത് എന്ത് രൂപത്തിൽ എന്താണ് ഡിസൈൻ നോക്കിയതിന് ശേഷം PWDയെ കൊണ്ട് തന്നെ ഡിസൈൻ വരച്ച് നമ്മളത് പൂർത്തിയാക്കി തരും. ഏതായാലും സന്ദർശിക്കാൻ ഞാൻ വരില്ല, ഉദ്ഘാടനത്തിന് വരാം എന്ന് മാത്രം പറയുന്നു. ഡേറ്റ് ഞാൻ പറയുന്നില്ല.